ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കോരത്തോട് കഴിഞ്ഞിട്ട് ശബരിമലയ്ക്ക് പോകുന്ന വഴിയാണ്. കോരത്തോട് നിന്ന് പമ്പാവാലി വഴി ശബരിമലയ്ക്ക് പോകുന്ന വഴിയിൽ കുഴിമാവ് കഴിഞ്ഞിട്ട് ആനക്കല്ലെന്ന് പറയുന്ന സ്ഥലമായിരുന്നു. ഈ ആനക്കല്ല് ഈ ഒരു പാലം വരുന്നതിന് മുന്നേ ഇവിടെ ഒരു തൂക്കുപാലം വരുന്നുണ്ടായിരുന്നു. ആ പാലമെല്ലാം പോയി. അത് കഴിഞ്ഞപ്പോൾ പുതിയ പാലം പണിതു. നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇവിടെ ഒരു ആനക്കല്ല്, ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം സീസണായി കഴിയുമ്പോഴത്തേക്കിനും, ശബരിമല സീസൺ ആകുമ്പോഴത്തേക്കിനും ഇഷ്ടം പോലെ അയ്യപ്പന്മാർ വന്ന് തങ്ങുന്ന സ്ഥലമാണ്. അന്നദാനവും പരിപാടികളും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. ഇവിടെ അല്ല ഈ ശബരിമല വനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഈ സൈഡ് മുഴുവൻ ശബരിമല വനത്തിന്റെ ഭാഗങ്ങളാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പോകുന്നത് ഇനി നേരെ കാളകെട്ടിക്കാണ് പോകുന്നത്. നമുക്ക് കാളകെട്ടിക്ക് പോകുന്ന വഴിയെല്ലാം ഒന്ന് കണ്ട് കാളകെട്ടി അമ്പലത്തിന്റെ അവിടം വരെ ഒന്ന് പോയിട്ടൊക്കെ വരാം. അയ്യപ്പന്മാർക്ക് വന്നാലേ നല്ല സൗകര്യമല്ലേ, ആറും വെള്ളവും ഇഷ്ടം പോലെ വെള്ളവും. നല്ല രസമാണ്. നല്ല രസമാണ് ഇവിടെ കാണാൻ. ബോപ്പിയൊക്കെ ഇതിലെ വന്നിട്ടുണ്ടോടാ? ഓർക്കുന്നില്ലായിരിക്കും ബോപ്പിയൊക്കെ കുഞ്ഞതായിരുന്നപ്പോഴേ. നമ്മളിവിടെ ആയിരുന്നപ്പോ എല്ലാ അയ്യപ്പ സീസണിലും അയ്യപ്പന്മാരെ കാണാനായിട്ട് വരുമായിരുന്നു. അപ്പൊ ഈ അമ്പലത്തിന്റെ എവിടെ ഉണ്ടല്ലോ, ഈ ഫ്രണ്ടില് ഇവിടെ അന്നദാനം ഉണ്ട് ഇപ്പോഴും. ആ അന്നദാനമൊക്കെ കഴിച്ചായിരുന്നു നമ്മള് പോകുന്നത്. ഈ പാലത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഈ പാലം പണിതിട്ട് ഈ പാലത്തൊന്നും വന്നിട്ടില്ല, കേറിയിട്ടില്ല. ഏതായാലും ആ മേളിലത്തെ നമ്മുടെ ഒരു പാലം പ്രളയത്തിൽ പോയായിരുന്നു 2018. ആ പ്രളയത്തിൽ പാലം പോയതുകൊണ്ട്, ഈ പാലം ഉണ്ടായിരുന്നതുകൊണ്ട് ഇതിലെ ആളുകൾക്കെല്ലാം അക്കരയ്ക്കരയൊക്കെ പോകാൻ പറ്റും. അതായത് നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ. നല്ല അടിപൊളി സീനാണ്. അതെ, വെള്ളം ഉണ്ടല്ലോ ഇപ്പൊ ഇഷ്ടം പോലെ. അപ്പൊ നമുക്കെന്നാ കാളകെട്ടിയിലോട്ട് പോയാലോ? പോയിട്ട് വരാം. വെള്ളത്തിൽ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് പോയി ചാടാം. ആനക്കല്ല് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ആനക്കല്ല്. ഇവിടെ നിന്നാണ് നമ്മൾ നേരെ ഇനി കാളകെട്ടിക്ക് പോകുന്നത്. ഇത് മെയിൻ ഒരു റൂട്ടാണ് അയ്യപ്പന്മാരുടെ. അതായത് കുമളി വഴി വരുന്ന അയ്യപ്പന്മാരെല്ലാം ഈ വഴി വന്നിട്ടാണ് പോകുന്നത്. എരുമേലി പോകാതെ പോകുന്നവരും ഈ വഴി വന്നിട്ടാണ് പോകുന്നത്. ഇവിടെ മുതൽ ഇനിയും ശബരിമല വനത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇത് വനത്തിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഈ റോഡ് കാളകെട്ടി വരെ വനമാണ്. കാളകെട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ഥലമുണ്ട് മൂക്കമ്പട്ടി, അവിടെയൊക്കെ ആൾതാമസമുള്ളതാണ്. ഇവിടെ മുതൽ ഇനി ആൾതാമസമൊന്നുമില്ല, വനത്തിനകത്തോടെ തന്നെ പോകുന്നത്. ഞങ്ങൾ ഈ വഴിയൊക്കെ പണിയുന്നതിന് മുന്നേ ഉണ്ടല്ലോ, അതായത് ഈ റോഡ് ഇങ്ങനെയല്ല, ഇതിന് മുന്നേ നടപ്പ് വഴിയായിരുന്നു. ആ നടപ്പ് വഴി ആയിരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് ചെറുപ്പത്തിൽ ഈ കുഞ്ഞിരൊക്കെ പ്രായമുള്ള സമയത്ത് നടന്നു പോകുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ആനയും മൃഗങ്ങളൊക്കെ ഉണ്ട്. അന്നെന്നാ ഇങ്ങനെയുള്ള മൃഗശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വനമാന്ന് പറഞ്ഞാലും ചെറിയ മൃഗങ്ങളൊക്കെ ഉള്ളായിരുന്നു. ഇവിടെ ഒക്കെ ഇപ്പൊ ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്നെങ്കിലേ അയ്യപ്പ സീസൺ ആകുമ്പോഴത്തേനും ഫുള്ള് ആളും ബഹളവും, ഭയങ്കര തിരക്കാണ്. കുഴിമാവ് തൊട്ട് കാളകെട്ടി ഭാഗം എല്ലാം ഫുള്ള് ആളാല്ലേ. ഇത് നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നല്ല രസമാണ്. ഇതിലെ വരുന്ന നല്ലൊരു വനത്തിനകത്തൂടെ പോകുന്ന പോലെ തന്നെ മരങ്ങളും നല്ല രസമാണ് കാണാൻ. ഇതുവഴി നമുക്ക് മറ്റേ റാന്നി പത്തനംതിട്ടയൊക്കെ പോകാൻ എളുപ്പമല്ലേ? ഇതിലെ ഇത് നേരെ ചെല്ലുന്നത് മണ്ണാറക്കുളഞ്ഞി എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്നിട്ട് പോവാം. നല്ല രസമാണ് കാണാൻ ഈ വഴി പോകാൻ. ഞങ്ങൾ സ്ഥിരമായിട്ട് വരുമ്പം എന്നെ വന്ന് നിർത്തുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടം. ഈ ആ 2 മരം നിൽക്കുന്നുണ്ടോ, വലിയ 2 മരം നിൽക്കുന്നത്, ഇവിടെ കൊണ്ട് നിർത്തും. ഇവിടെ നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ. വിജനമായ സ്ഥലം, വനത്തിന്റെ നടുക്ക്. ഇതിന് മേളുവശമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി, നല്ല രസമാണ് കാണാൻ. നോക്കിയാൽ മേളിലോട്ട് എന്നെ വലിയ മരങ്ങളാ. ഇതെല്ലാം അതുകൊണ്ട് അതെല്ലാം ചൂരൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ചൂരൽ അത് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. വള്ളി കണ്ടോ, നമ്മൾ ഊഞ്ഞാലാടുന്ന പറഞ്ഞില്ലേ ആറ്റിലത്തെ കൂട്ട് വള്ളി, മറ്റേ അതമ്പും വള്ളി, പിന്നെ പുല്ലാന്നി വള്ളി എല്ലാം ഉണ്ട്. ചിലപ്പോൾ ആനയൊക്കെ വരും കേട്ടോ. ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് വന്ന് നിർത്തി. ഈ വലത്തെ സൈഡിൽ ഒരു വെള്ളം കണ്ടോ, വെള്ളം ഒഴുകുന്നത്. എല്ലാം മിക്കവാറും വെള്ളമുള്ള സ്ഥലമാണ് ഇവിടെ. നമ്മൾ സൈക്കിളൊക്കെ ആയിട്ട് വരുമായിരുന്നു. സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങ് വരും. ഈ റോഡ് പണിയുന്നതിന് മുന്നേ ഒക്കെ ഉള്ള സംഭവമാണ്. ചെറിയ റോഡേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതിലേക്ക് വന്ന് സൈക്കിളൊക്കെ നിർത്തി ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും മടുക്കും. പിന്നെ ഇവിടെയൊക്കെ വന്ന് നിർത്തി വെള്ളമൊക്കെ കുടിച്ച് കോരിത്തോട്ടിന്ന് സൈക്കിൾ ചവിട്ടിയിട്ട് ഇവിടെ വരെ അല്ല, ഇവിടുന്ന് നേരെ എരുമേലി വഴി പോയി ഉണ്ടാക്കാൻ വഴി കറങ്ങി വീണ്ടും കോരിത്തോട്ടി വരും. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അതെ, 2 കിലോമീറ്റർ അടുപ്പിച്ച് നടക്കാത്ത മനുഷ്യനെ പറയുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ അന്ന്. ഇപ്പം നമ്മള് വലിയ കാര്യമായിട്ട് നടക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അന്ന് നമ്മൾ എങ്ങനെ സൈക്കിളും ചവിട്ടി ഇതിലെല്ലാം വരുമായിരുന്നു. ഇനിയിപ്പോ നമുക്കുണ്ടല്ലോ, ഇപ്പൊ ഈ ശബരിമല സീസൺ തുടങ്ങിയല്ലേ, ഈ സീസൺ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വരണം. അന്നേരം ഇവിടുത്തെ ആളും ബഹളവും ഒക്കെ
നമ്മളിവിടെ ആയിരുന്നപ്പോ എല്ലാ വർഷവും സീസൺ സമയത്ത് എത്ര തവണ വരുമായിരുന്നു അല്ലേ? ഇവിടെ അയ്യപ്പന്മാരുടെ ഇത് കണ്ടോ, ഈ സ്ഥലം കണ്ടോ, താഴേക്ക് നോക്കി, ഇത് കണ്ടോ, കണ്ടോ, ഇതാ ആളുകൾ നടന്നു പോകുന്ന വഴിയാ കാണുന്ന, കണ്ടോ ആ പാലമൊക്കെ. ഇതിലെ നടന്ന് ഇവിടുന്ന് മേളിലോട്ട് പോകുന്ന ഇഞ്ചിപ്പാറക്കോട്ട എന്ന് പറയും, വനത്തിനകത്താ. ഇവിടുന്ന് നടന്ന് ഇഞ്ചിപ്പാറക്കോട്ട ചെല്ലും. ഇത് ഭയങ്കര ഒരു മരം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ കാറ്റും മഴയൊക്കെ വന്നില്ലേ, ആ സമയത്ത് അങ്ങാണ്ട് മറിഞ്ഞു വീണതായത്. ഇതുപോലെ വനത്തിനകത്തേ നടന്നു പോകുന്ന വഴിക്കുണ്ടല്ലോ ഒത്തിരി മരങ്ങൾ ഈ വഴിക്കെല്ലാം വീഴും. അതെല്ലാം മുറിച്ച് മാറ്റിയിട്ടൊക്കെയാണ് സീസൺ ആകുമ്പോൾ ആൾക്കാർ നടന്നു പോകുന്നത് വീണ്ടും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഇവിടുന്ന് നേരെ പിന്നെ ഇഞ്ചിപ്പാറക്കോട്ട ചെല്ലും, അവിടുന്ന് മുക്കുഴി ചെല്ലും, പിന്നെ മുക്കുഴിയിൽ നിന്ന് വനത്തിൽ കൂടെ തന്നെ നടന്നാണ് പമ്പയ്ക്ക് പോകുന്നത്. അപ്പോൾ ഈ വനത്തിനകത്തെല്ലാം ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ ആ നാട്ടുകാരെല്ലാവരും കട വെക്കുമായിരുന്നു, ഒത്തിരി പേര്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു EDC എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനകത്ത് അംഗങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് കട ഓരോന്നോരോന്ന് കൊടുത്തേക്കുക. നമ്മൾ എന്നാളൊക്കെ വരുമ്പോ ഈ റോഡ് സൈഡിലെല്ലാം കടയല്ലേ സീസൺ സമയത്ത്? അതെ. ഇനി ഈ സീസൺ ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വരണം. അതെ, അന്നേരം നമുക്ക് ഇവിടെ ആളൊക്കെ ഉള്ള സമയത്തൊന്ന് വന്ന് നമുക്ക് മൊത്തം ഒന്നുകൂടെ ഒന്ന് ഇറങ്ങണം. ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ സീസണും ഇവിടെ തന്നെ ആയിരുന്നു. ഇനിയിപ്പാണ് കാളകെട്ടി ബ്രിഡ്ജ്, കണ്ടോ, കാളകെട്ടി ബ്രിഡ്ജ്. ഇവിടുന്ന് അങ്ങോട്ട് തേക്ക് പ്ലാന്റേഷൻ ആയിരുന്നു. ഇത് നേരെ ശ്രീ ശിവപാർവതി ക്ഷേത്രം കാളകെട്ടി. സീസൺ സമയത്ത് ഇതിലൊന്നും വരാൻ പോലും പറ്റില്ല, അതുപോലെ തിരക്കായി. കണ്ടോ, ഇത് മുഴുവൻ തേക്ക്, വലിയ തേക്കുകളായിരുന്നു ഇവിടെ നിന്നത്. അത് കംപ്ലീറ്റ് മുറിച്ച് മാറ്റി, എന്നിട്ട് ഇപ്പൊ പുതിയ പ്ലാന്റ് ചെയ്തേക്കുക. ഇവിടെയൊക്കെ പിന്നെ ആന, കാട്ടുപോത്ത് എന്ന് വേണ്ട സകലമാന ജീവികൾ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ കിടക്കുമല്ലേ വനം, എത്രയോ ഏക്കർ കണക്കിന് അല്ലേ, ഇഷ്ടംപോലെ സ്ഥലമല്ലേ കിടക്കുന്നത്. ഈ വഴി നേരെ പോകുന്നുണ്ടല്ലോ, ഈ കാളകെട്ടി അമ്പലം കഴിഞ്ഞിട്ട് ഇത് ആൾക്കാർ നടന്നു വരുന്ന വഴിയാ. അതായത് എരുമേലിയിൽ നിന്ന് നടന്ന് പേരുത്തോട് വരും. പേരുത്തോടുന്ന് നടന്നു വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ഈ അമ്പലത്തിന്റെ വാതക കൂടാണ് ഈ വഴി വരുന്നത്. ഇതുണ്ടോ, ഇപ്പം ഇവിടെ കടയുടെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, സീസൺ കട കിട്ടുന്ന പരിപാടികളെല്ലാം തുടങ്ങി. സീസൺ ആവുമല്ലേ. നോ എൻട്രി ഒക്കെ കുറച്ച് കഴിയുമ്പോൾ നോ എൻട്രി ആവും. ഇവിടെ വന്നു കഴിഞ്ഞാലേ അമ്പലത്തിനോടനുബന്ധിച്ച് ഈ കിടക്കുന്ന സ്ഥലം മുഴുവൻ ഇനി ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്കിന് ഫുൾ കടകളാവും. അതെ, അവിടെയല്ലേ മറ്റേ വെടിവഴിപാടൊക്കെ നടത്തുന്നത്? ആ തറ കണ്ടോ, അതാണ് വെടിവഴിപാടൊക്കെ നടത്തുന്ന അവിടെയാ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇതുണ്ട്. ഇപ്പോൾ അമ്പലത്തിൻ്റെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നു. അതുപോലെ തന്നെ മൊത്തം ഈ ഭാഗം കംപ്ലീറ്റ് കടകളാവും. ആ വരുന്ന വഴിയാണ് നമ്മൾ എരുമേലിയിൽ നടന്നു വരുന്ന വഴി. എരുമേലിയിൽ നടന്ന് ഇതിലെ വന്ന് കാളകെട്ടി അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് ആണ് ആളുകൾ ഇഞ്ചിപ്പാറക്കോട്ട വഴി മുക്കുഴിയൊക്കെ പോയി കറങ്ങി പമ്പ ചെല്ലുന്നത്. കിലോമീറ്റർ ആണ്ട് 10-20 കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന് പമ്പയ്ക്ക്. ശരിക്കും ഈ ഒരു സീസൺ തുടങ്ങണമെങ്കിലേ എത്ര നാള് മുമ്പേ പണി തുടങ്ങും അല്ലേ? അതെ. ഇപ്പോഴേ ഇതെല്ലാം പണി തുടങ്ങി എത്ര നാൾ മുമ്പ് തുടങ്ങി കാണുമായിരിക്കും. ഒരു സീസണിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം എന്ന് പറഞ്ഞാൽ എത്ര നാൾ മുമ്പ് തുടങ്ങും? അപ്പോൾ കാളകെട്ടിയെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? അയ്യോ, നല്ല സമാധാനം തോന്നുന്നു. അതെല്ലേ. ഇവിടെ എല്ലാം ഫുള്ള് കടയായിരിക്കും നമ്മൾ വരുന്ന സമയത്ത്. ഈ കോട്ട കണ്ടോ, ഇതാണ് ഇവിടെ തേങ്ങ കുറയ്ക്കുന്ന സ്ഥലമാണ്. ഇതിനപ്പുറത്തോട്ട് മുഴുവൻ കടകളാണ്. ഇനി ആ വരുന്ന വഴിയില്ലേ, അതെല്ലാം കടകളാണ്. ഇതുണ്ടോ, വലിയൊരു ഇലവ് നിൽക്കുന്നുണ്ടോ, എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും അല്ലേ. ഇവിടെ എല്ലാം നല്ല തിരക്കാവും. അമ്പലമൊക്കെ എല്ലാം ക്ലിയറാക്കി പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാളകെട്ടി അമ്പലമൊക്കെ കഴിഞ്ഞ് എല്ലാം അവിടെ ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വന്ന് നമ്മൾ കല്യാണം കൂടി കേട്ടോ. നമ്മുടെ ഫാമിലി സുഹൃത്തിൻ്റെ കല്യാണമായിരുന്നു. കല്യാണമെല്ലാം കൂടി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഫങ്ഷനായിരുന്നു. അച്ചമ്മച്ചിയുടെ സദ്യയും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ താലികെട്ടിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അത് നാട്ടുകാരെ എല്ലാവേ ഒരു കല്യാണമൊക്കെ ഉണ്ടായാലേ എല്ലാവരെയും കൂടെ കാണാൻ പറ്റത്തുള്ളൂ. അത് ശരിയാ, എല്ലാവരും കൂടെ കാണണമെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി വേണം. അതെ, അച്ചമ്മച്ചിയൊക്കെ സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് കൊടുത്തു. കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ? സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യ കൊള്ളായിരുന്നു.
കൊള്ളായിരുന്നു. അച്ചമ്മച്ചി ആയതുകൊണ്ട് പറയുന്നതല്ല. ആണോ? എല്ലാവരോടും ചോദിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞല്ലേ? ആ എല്ലാവരും വന്ന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ആഹാ. സദ്യയൊക്കെ. അപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.